ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസ് കട്ട്ലറ്റുമായിട്ടാണ്. നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നൂഡിൽസ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിന്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നൂഡിൽസ് അതിലേക്ക് പൊട്ടിച്ചിടാം. കട്ട്ലറ്റിൻ്റെ മസാലയിലേക്ക് ആവശ്യമായിട്ടാണ് നമ്മൾ നൂഡിൽസ് വേവിച്ചെടുക്കുന്നത്. അതൊരു ഏകദേശം പകുതി വേവായി കിട്ടിയാൽ മതി. നൂഡിൽസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഏകദേശം വേവായിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള വേവ് നൂഡിൽസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നൂഡിൽസിൻ്റെ പശുപശുപ്പൊന്ന് പോയി കിട്ടാനായിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ നോക്കാം. ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ് നന്നായി പുഴുങ്ങി ഉടച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു ക്യാരറ്റും കൂടി ചേർക്കാം. പച്ചക്കറികളൊക്കെ വേവായി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കാനുള്ളത് നൂഡിൽസിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന മസാല പൗഡറാണ്. നമ്മൾ എത്ര നൂഡിൽസാണോ എടുത്തത് അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. മസാല നന്നായി വെന്ത് വന്നാൽ നമുക്കതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് മസാലയായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. നമ്മുടെ മസാല ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള രൂപത്തിനായി ചെറിയ ചെറിയ ബോളുകളാക്കി അത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മസാലയും ആക്കിയെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കട്ട്ലറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു കോട്ടിങ് കൊടുക്കാനായിട്ട് 1 കപ്പ് മൈദ, 1 നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മാവ് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള മൈദാമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റിന് മൈദാമാവിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ട് നൂഡിൽസ് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് പൊടി ചേർക്കുന്നതിൻ്റെ പകരമായിട്ടാണ് ഞാനിവിടെ നൂഡിൽസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും ആദ്യം മൈദാമാവിൽ മുക്കിയെടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ നൂഡിൽസിൻ്റെ പൊടി ചേർക്കാം. എല്ലാ കട്ട്ലറ്റ്സും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ചെയ്ത് വെച്ചിട്ടുള്ളൂ. അത് നമുക്കിനി പൊരിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ്സ് പൊരിച്ചെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഓരോ കട്ട്ലറ്റ്സും നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കോരിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണിത്. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ പരീക്ഷിച്ച് നോക്കാൻ കഴിയും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് നന്ദി.